എന്റെ 10th റിസൾട്ട് വരുന്ന സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ എന്റെ കൊച്ചൊന്ന് പാസ്സായാൽ മതിയായിരുന്നു. അതായിരുന്നു എന്റെ അവസ്ഥ. 12th റിപ്പീറ്റേഴ്സോ റീ റിപ്പീറ്റേഴ്സോ എല്ലാവരോടും കൂടെയാണ് പറയാനുള്ളത്. എന്റെ ഫ്രണ്ടിന്റെ പേരന്റോട് നീ MBBS എടുത്തോ പഠിച്ചോ പാസ്സാവുന്നു. എന്റെ അമ്മയോട് MBBS എടുക്കണ്ട, ഭയങ്കര പാടാണ്, എടുത്താൽ പൊങ്ങത്തില്ല എന്ന രീതിയിലായിരുന്നു എന്നോട് സംസാരിച്ചത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതാ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റ് ആയിരുന്നു ഇത്. ചേച്ചി, എനിക്ക് +2 ഇത്ര മാർക്കേ ഉള്ളൂ, എനിക്ക് ഈ മാർക്ക് വെച്ചിട്ട് നീറ്റ് പഠിക്കാൻ വേണ്ടി പറ്റുമോ, പഠിച്ചത് തന്നെ എനിക്ക് നീറ്റ് പാസ്സാവാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ. അതെ, ഇപ്പൊ നമ്മുടെ 10th-ലെയും 12th-ലേക്ക് റിസൾട്ട് ഔട്ട് ആയതിനു ശേഷം ഇതേ പേടിയുള്ള കുറെ കുട്ടികളുണ്ടായിരിക്കും. അതായത് അവരുടെ ഡ്രീം എന്ന് പറഞ്ഞാൽ MBBS ആണ്. പക്ഷെ എന്റെ ഈ മാർക്ക് എന്ന് പറയുന്നത് ഒരു MBBS-ലേക്ക് എത്താനുള്ള മാർക്കാണോ, അല്ല അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് കിട്ടുമെന്ന് മേടിക്കുന്ന കുറെ കുട്ടികളുണ്ട്. കാരണം നമുക്കറിയാം, പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ പറഞ്ഞു വരുന്നത് +2 ഇത്ര മാർക്ക് വേണം, 10th ഇത്ര മാർക്ക് വേണം, അതായത് 90, 95 കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന കുറെ പേരുണ്ടായിരിക്കും, അവരുടെ പേരൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവര് അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഇതാ നമ്മുടെ 10th കാര്യം വെച്ച് തുടങ്ങാം. 10th ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. 10th വരെ ഞാൻ പഠിക്കുന്ന ഒരു കുട്ടിയെ ആയിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഞാൻ എഫോർട്ട് ഇടും. പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ മാർക്ക് കിട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. അതായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് 9ാം ക്ലാസ്സിലൊക്കെ ഞാൻ ഒരു മാർക്കിന് വേണ്ടി ഒന്ന് ജയിപ്പിച്ച് തരുമെന്ന് പറഞ്ഞ ടീച്ചേഴ്സിന് പുറകെ നടന്ന ഒരാളാണ്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ഫിസിക്സിന് എനിക്ക് ഒരു മാർക്ക് കുറഞ്ഞു, അതായത് തോറ്റുപോയി, ഒരു മാർക്കിന് ഞാൻ തോറ്റുപോയി. അപ്പൊ ഞാനിങ്ങനെ അപ്പം മാർക്ക് തോറ്റവർക്ക് ടീച്ചർ ഇങ്ങനെ അടിക്കുമായിരുന്നു ചൂടുകൾ. അപ്പൊ ഞാനിങ്ങനെ കൈ നീട്ടിട്ട് ഞാൻ ഒരു മാർക്ക് കുറഞ്ഞു അത് കിട്ടുകയും ജയിച്ചതെന്ന് പറഞ്ഞിട്ട് എങ്കിലും നിന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനുണ്ട് ഒരു ഫ്രണ്ട്. അപ്പം അങ്ങനെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ 10th കാര്യം വന്നാലും ഞാൻ അങ്ങനെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റോ അങ്ങനെ ഒരു കുട്ടിയല്ലായിരുന്നു. ഇപ്പം എന്താ പറയാ, ഇപ്പൊ ടീച്ചേഴ്സ്, അപ്പൊ നമ്മുടെ അവിടെ ആണെങ്കിൽ കുറെ കുട്ടികൾ 10-200 കുട്ടികളുണ്ട്. അതിൽ ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ 90-95 ഒക്കെ പെർസെന്റേജ് വരുമ്പോൾ നമ്മളൊന്നും അവരുടെ അടുത്ത് പോലും വരാത്ത ആൾക്കാരാണ്. ഇവൻ എന്റെ അമ്മയ്ക്ക് എന്റെ 10th റിസൾട്ട് വരുമ്പോൾ പേടിയാണ്. അമ്മ ഇത്ര മതിയായിരുന്നു, ഒന്ന് ജയിച്ചാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണം, ഒന്ന് ജയിച്ചാൽ മതി, കാരണം എനിക്ക് ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പേടിയായിരുന്നു. അങ്ങനെയായിരുന്നു എന്റെ 10th അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ എഫോർട്ട് ഇടുമായിരുന്നു, പക്ഷെ എനിക്ക് ആ എഫോർട്ടിനനുസരിച്ചുള്ള മാർക്ക് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ ആയിരുന്നു എന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. അത്രയും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഇപ്പൊ ഒരു 10th വരെ ആയാലും കണ്ടിന്യൂസ് ടോപ്പർ ആയിട്ട് അല്ലെങ്കിൽ നല്ല പെർസെന്റേജ് വെച്ച് പാസ്സാകുന്ന ഒരു കുട്ടിയല്ല. അപ്പൊ പിന്നെ പക്ഷെ ഞാൻ ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നത്, ഞാനൊരു MBBS കോളേജിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് പിന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണല്ലോ വലിയ കാര്യമായി ഇപ്പൊ ഒന്ന് പറഞ്ഞു വരുന്നോടത്ത് ഞാൻ വേറൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം, എന്നോട് മറുപടി തരുന്നതായിരിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റോ ഗവൺമെന്റ് എവിടെയായാലും ഒരു നീറ്റ് പാസ്സാകാതെ കിട്ടത്തില്ല. അപ്പൊ എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നത്. അത് വേറെ കാര്യം. ഓക്കെ, അത് പോട്ടെ. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങൾ പാസ്സാവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു MBBS സീറ്റ് കിട്ടും. നിങ്ങൾ കുറെ എഫോർട്ട് ഇട്ട് കൂടെ പഠിക്കുകയാണെങ്കിൽ ഒരു ഗവൺമെന്റ് സീറ്റ് എടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു MBBS സീറ്റ് എടുത്ത് നീറ്റൊക്കെ പാസ്സായി ഉഷാറായിട്ട് പഠിക്കാം. അതാണ് 10th ഒരു കാര്യം എന്ന് പറഞ്ഞത്. 10th മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, MBBS എന്ന് പറയുമ്പോൾ +1 +2 നമ്മൾ ഏത് സബ്ജക്ട് എടുക്കേണ്ട, സയൻസ് ആണ് എടുക്കുന്നത് അല്ലെ. ഈ ഒരു സയൻസ് എടുക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി കൂടെ മാർക്ക് വേണമായിരിക്കും 10th. അതിന് മാത്രം നമ്മുടെ 10th മാർക്ക് മതിയാവുള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യങ്ങൾ ബാക്കി അല്ലാതെ നമ്മളത് നീറ്റുമായിട്ട് 10th മാർക്കിന് ഒരു കണക്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കും. നിങ്ങൾ അത് ഓർത്ത് നിങ്ങളുടെ ആ സ്വപ്നമായിട്ടുള്ള ആ ഒരു ജോബോ അല്ലെങ്കിൽ നിങ്ങളുടെ അംബീഷനോ നിങ്ങൾ വേണമെന്ന് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളെ 12th എന്ന് പറഞ്ഞാൽ സത്യസന്ധത പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം പഠിക്കുകയും ആ പഠിച്ചതിന് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു 2 ഇയർ ആയിരുന്നു എൻ്റെ +1 +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ ഒരു പഠിച്ചൊരു കുട്ടിയാണ്. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു 50 പേരുണ്ടെങ്കിൽ ഒരു 30 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളം മീഡിയത്തിൽ നിന്നും ബാക്കി പേര് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് പറയുന്നു. അപ്പം ആ സമയത്ത് എന്താ നമ്മൾക്ക് ഇച്ചിരി അറിയാവുന്നുണ്ട്, ഇംഗ്ലീഷ് ടേംസ് കുറച്ച് നമുക്ക് ഫെമിലിയർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി. അന്നിട്ട് ഒരു കുഞ്ഞ് ടെസ്റ്റ് പേപ്പറിന് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ക്ലാസ് ടീച്ചർ എന്നെ കുറെ സപ്പോർട്ട് ചെയ്ത് പഠിക്കാൻ കഴിവുണ്ട്, അപ്പൊ നീ നന്നായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പഠിക്കാൻ എനിക്ക് കഴിവുണ്ടോ എന്ന് എനിക്ക് തോന്നി. അതല്ലേ നമ്മളൊരാൾ നമ്മുടെ ഒരു കഴിവ് കണ്ടുപിടിച്ചിട്ട് നമ്മളോട് പറയുമ്പോൾ ഓക്കെ, അപ്പൊ നമുക്കത് എഫോർട്ട് ഇടാൻ തോന്നും. അതായത് നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരാൾ നമ്മൾ അവർക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെയും അത് ചെയ്യാൻ വേണ്ടി തോന്നും. അതുപോലെ ഇത്രയും നാളെ എന്നെ ബൂസ്റ്റ് ചെയ്യാനോ കാര്യങ്ങൾ ആരും ഇല്ലാതെ എന്നോട് ആ ടീച്ചർ അത് പറഞ്ഞപ്പോൾ ഓക്കെ, ഞാൻ അതിന് വേണ്ടി എഫോർട്ട് ഇടാൻ വേണ്ടി തുടങ്ങി. അതൊരു സൈഡ്. അങ്ങനെ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് എനിക്ക് അത്യാവശ്യം ഞാൻ പാസ്സായി നല്ല രീതിയിലുള്ള ഡീസന്റ് മാർക്കോടെ തന്നെയായിരുന്നു +1 +2 പഠിച്ചിരുന്നത്. അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ള വേറെ ആൾക്കാരുടെ കാര്യം. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, അവള് മലയാളം മീഡിയത്തിൽ നിന്നായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങ് എത്താൻ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അവൾ നന്നായിട്ട് എഫോർട്ട് ഇടും, പഠിക്കും, പക്ഷെ അവർക്ക് മാർക്ക് കിട്ടത്തില്ല. എല്ലാ ടീച്ചേഴ്സും വന്ന് ചോദിക്കും എന്താ പഠിക്കാത്തെ. കാരണം അവളുടെ ചേച്ചി, അതായത് അവള് +1 വന്നപ്പോൾ അവളുടെ ചേച്ചി ഓൾറെഡി +2 ഉണ്ട്. അപ്പൊ ആ ചേച്ചി അത്യാവശ്യം പഠിക്കുന്നുണ്ട്, പക്ഷെ ഇവർക്ക് അതിനനുസരിച്ച് മാർക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൂടെ ഇരട്ടി പ്രഷർ. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഇന്റർവൽ ടൈമിൽ ഫ്രീ പീരീഡ് നമ്മളൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു വർത്താനം വന്ന് ചില്ലടിച്ചിരിക്കും. അപ്പൊ പുള്ളിക്കാരി ഇരുന്ന് ഭയങ്കര പഠിത്തമായിരിക്കും. കാരണം അവർക്ക് കൂടുതൽ ടൈം വേണം, എന്നാലും അവർക്ക് പഠിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇന്ന് പഠിക്കും, ഒത്തിരി എഫോർട്ട് ഇടാൻ കുട്ടി. അവസാനം ഇപ്പൊ എന്താ, അവളിപ്പോ ഒരു ഡെന്റൽ കോളേജിൽ BDS പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളും അതുപോലെ തന്നെ ഇപ്പൊ അവള് ഉറപ്പ് എന്റെ +2 തന്നെ പഠിക്കും. കാരണം നമുക്കറിയാം MBBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുറെ പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊരു കോഴ്സ് എന്നറിയാം. അപ്പൊ അവിടെ ഓർക്കും എനിക്ക് ഇവിടെ +2 തന്നെ പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല, പിന്നെയാണ് MBBS. കാരണം MBBS പോലെ തന്നെ ഒരു ടഫറാണ് BDS. BDS എനിക്ക് പിടിക്കാൻ വേണ്ടി പറ്റുമെന്നോർത്തോട് അവൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിലോ അവൾ എന്തായാലും നല്ല രീതിയിൽ അവൾ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതൊരു എക്സാമ്പിൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ അവളാണെങ്കിലും +2 ഇപ്പൊ +1 +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ടോപ്പറോ അങ്ങനെ ഒന്നുമല്ല, ആവറേജ് ആയിട്ട് നമുക്ക് അത്യാവശ്യം പാസ്സാകുന്ന രീതിയിൽ മാർക്ക് കിട്ടി പാസ്സായി ചെയ്ത. അവളിപ്പം MBBS അല്ല പഠിക്കുന്നത്, പക്ഷെ നേഴ്സിംഗ് ആണ് പഠിക്കുന്നത്. നേഴ്സിംഗ് ആണെങ്കിൽ പോലും അവളുടെ ഫസ്റ്റ് ആദ്യത്തെ 3 വർഷം ഫസ്റ്റ് ക്ലാസ്, 4th ഇയർ ഡിസ്റ്റിങ്ഷൻ, പിന്നെ അവൾ റാങ്ക് ഹോൾഡറും ആയിരുന്നു. അപ്പൊ എന്താ ഇപ്പം അതേ സമയത്ത് അവളെ പോലെ നമ്മളെന്താ അവളെക്കാളും പഠിക്കുന്നവരും അവളെക്കാളും പഠിപ്പിയാണെന്ന് പറഞ്ഞ് കുട്ടിപ്പിടിച്ച് വെച്ചോളുന്ന കുറെ പേരുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവളും എന്താ പറയുക, അപ്പൊ ആ സമയത്ത് ഭയങ്കര ആവറേജ് ആയ രീതിയിൽ വെച്ചിട്ടാണ് അവിടെ ഇരുന്നത്. പക്ഷെ ഇപ്പൊ എന്താ പുറത്ത് വന്നു, അതായത് അവൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്തു, അതിനവള് ബ്രില്യൻ്റ് ആയി എക്സലന്റ് പെർഫോമൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത്, ഈ ഒരു +1 +2 ഇതൊക്കെ മാർക്കല്ല നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതിന് മാത്രമേ ഉള്ളൂ കാര്യം. അല്ലാണ്ട് ഇത് വെച്ചിട്ട് എനിക്ക് പറ്റത്തില്ല. കാരണം നിങ്ങൾ ഓർത്താൽ മതി, ഇപ്പൊ നമുക്ക് +1 +2 എന്ന് പറയുമ്പോൾ 6 സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അതിനകത്ത് മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ചിലപ്പോൾ മലയാളം, അല്ലെങ്കിൽ ഹിന്ദി, അതിന്റെ കൂടെ ഇങ്ങനെ കുറെ സബ്ജക്ട്സ് കൂടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ 6 സബ്ജക്റ്റിന് ഒരേ സമയത്ത് ബാലൻസ് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്കൊരു റിസൾട്ട് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ പക്ഷെ നമ്മൾ നീറ്റ് വരുമ്പോൾ 3 സബ്ജക്റ്റ് ഉള്ളു. അപ്പൊ നമുക്ക് 3 ഫോക്കസ് ചെയ്ത് വെച്ച് കൊടുത്ത് കൂടുതൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം. അല്ലാണ്ട് നിങ്ങൾ +2 മാർക്ക് പറഞ്ഞു, ഞാൻ പഠിച്ചിട്ടെങ്കിൽ മാർക്ക് കിട്ടുന്നില്ലെന്നുണ്ടാകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നീറ്റ് എന്നൊരു ഫീൽഡ് നമ്മൾ എടുത്ത് അതിന് വേണ്ടി ആ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് എഫോർട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ്സാവും. ഇപ്പൊ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ +1 +2 നന്നായിട്ട് പഠിക്കുമായിരുന്നു, എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നു. ക്ലാസ്സിൽ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളിൽ ഒരാൾ തന്നെയായിരുന്നു ഞാൻ. പക്ഷെ എന്നെക്കാളും പഠിക്കുന്നവരുണ്ടായിരുന്നു. അതിൽ ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഒരു ഹൗസ് വൈഫാണ്, പപ്പ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു കൃഷിക്കാരനുമാണ്. അതേപോലെ എൻ്റെ ഒപ്പം അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ചുകൂടെ പഠിക്കുന്ന 2 കുട്ടികളിൽ അവരുടെ അച്ഛൻ ഇങ്ങനെ ഗവൺമെന്റ് ജോലിയുള്ളവരും ഒരാളുടെ ബിസിനസ് ചെയ്യുന്നവരായിരുന്നു. അവിടെ വെച്ചിട്ട് ആ ഒരു പേരിൽ ഇപ്പം ഓപ്പൺ ആയിട്ട് പറയാൻ എൻ്റെ പ്രിൻസിപ്പൾ ആണെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം ആ ഒരു വേർതിരിവ് കാണിക്കുന്ന പോലെ എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ പേരൻസ് വന്നിട്ട് അവരുടെ ആഗ്രഹം MBBS എടുക്കണമെന്ന് തന്നെയായിരുന്നു. പേരൻസ് ചോദിച്ചു, ഓരോരുത്തരോട് ചോദിച്ചു. അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു തന്നെയാണ്, ഞാൻ ഇല്ലാത്ത കാര്യമൊന്നുമില്ല. അവരോട് ചോദിച്ചു എന്താവേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ MBBS എടുക്കുന്നതെന്ന് പറഞ്ഞു. നല്ല കാര്യം, പഠിച്ചോ, നല്ലതാ, അടിപൊളിയാ, ഭയങ്കര കോഴ്സ് അതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട്. അതേസമയം എൻ്റെ അമ്മയോട് ഒന്ന് ചോദിച്ചപ്പോൾ എന്നോട് നമ്മുടെ പാരൻസ് മീറ്റിംഗ് സമയത്ത് കേട്ടോ എൻ്റെ അമ്മയോട് ചോദിച്ചു അവൾ എന്താ എടുക്കാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ അവൾ MBBS എടുക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഇപ്പൊ പറയുന്നുണ്ട്. അപ്പൊ അയ്യോ MBBS ഭയങ്കര പാടാ പഠിക്കാൻ, ഭയങ്കര ബുദ്ധിമുട്ടാ പഠിക്കാൻ. അത് മാത്രമല്ല എന്തൊക്കെ ബുക്കൊക്കെ എന്തൊക്കെ ഭാഷകളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരുമാതിരി, കാരണം നമ്മളൊക്കെ ഏകദേശം ഒരേപോലെ പഠിക്കുന്ന പിള്ളേരാണല്ലോ, പിന്നെ എന്താ നമ്മളോട് മാത്രം ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല ഇതിനും വേർതിരിവ് കണ്ട് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് അങ്ങേയറ്റം ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു വീഡിയോയിലൂടെ പറയുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഭയങ്കരമായിട്ട് പറയാത്തത്. പിന്നെ ഞാനതൊന്നും ഭയങ്കര എന്നെ പറഞ്ഞല്ലോ നോർത്ത് വിഷമിക്കുന്ന ഒരാളെയല്ല. കാരണം അവരങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഞാൻ എന്നെ ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കതൊരു കുഴപ്പമില്ല. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പം ഒരാൾ ആയുർവേദമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവൾക്ക് മെഡിസിൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ലായിരുന്നു. അവൾ ആയുർവേദം റിപ്പീറ്റ് ചെയ്തു, ആയുർവേദം പഠിച്ചു. വേറൊരാൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്തു, പക്ഷേ കിട്ടിയില്ല, ഫാർമസി പഠിച്ചോണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, ഇതിലൊന്നും നമ്മൾ വെച്ചിട്ട് +1ലും നമ്മൾ ഈ +2ലും 10th നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് വേറെ ഒരു പണിയില്ല, അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പക്ഷെ നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഈ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് ഓരോ ആൾക്കാരുടെ വാക്കുകൾ നമ്മൾ ഇവിടെ മനസ്സിൽ വെച്ചിട്ട് ഈ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് മനസ്സിൽ പറഞ്ഞ് നിങ്ങൾ എഫോർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാകും. നീറ്റ് അല്ലാണ്ട് നിങ്ങളുടെ ഇപ്പൊ മാർക്ക് നോക്കിയിട്ട് എനിക്ക് പറ്റത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, നിങ്ങൾ പാസ്സാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചൂസ് ചെയ്ത് നീറ്റ് എടുത്തോ, നിങ്ങൾക്ക് എന്തായാലും പാസ്സാകാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞല്ലേ, ഇതൊന്നും നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് മാർക്കല്ല. അത് നമ്മളെ നീറ്റിൽ വരുമ്പോൾ സത്യമായിട്ട്, കാരണം അവിടെ നമുക്ക് മാർക്ക് റാങ്ക് കിട്ടിയാൽ മാത്രമേ ഒരു കോളേജിൽ എത്തത്തുള്ളൂ. അല്ലാണ്ട് ഈ +1 +2 ഇതൊന്നും അല്ല ഇതില്ല. അതുപോലെ തന്നെ ഞാൻ MBBSന്റെ കാര്യത്തിലാണെങ്കിലും പറയുകയാണ്, MBBSൽ കുറേ മാർക്ക്, എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, റാങ്ക് ഉണ്ട്, ഇതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അറ്റ് ലാസ്റ്റ് നമ്മളൊരു പേഷ്യന്റ് വന്നിട്ട് അവർക്ക് നമ്മൾ നല്ലൊരു മരുന്ന് കൊടുക്കുന്നോ, അവർക്ക് അവരുടെ രോഗം മാറുന്നു, അതിൽ മാത്രമേ ഉള്ളൂ കാര്യം. അത് മാത്രമല്ല ഗവൺമെന്റോ പ്രൈവറ്റോ ഡീമോ എന്തുവാണ്, നമ്മൾ നല്ലൊരു ഡോക്ടറായിട്ട് പഠിച്ചിറങ്ങുന്നു, അതിൽ മാത്രമേ ഉള്ളൂ കാര്യം. അതായത് ഇപ്പം ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഡോക്ടർ ഗവൺമെന്റിലാണോ പഠിച്ചത്, പ്രൈവറ്റിലാണോ പഠിച്ചത്, എയിംസിലാണോ പഠിച്ചത്, ജിഗ്മറിലാണോ പഠിച്ചത് എന്ന് നമ്മളോട് ആരും ചോദിക്കത്തില്ല. നമ്മൾ കൊടുക്കേണ്ട കാര്യം നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കഴിവ് വെച്ചിട്ട് തന്നെ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം, നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. മനസ്സിലായല്ലോ? ഇപ്പോഴാണെങ്കിലും ഇപ്പൊ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് ഫേസ് ചെയ്യുന്ന ഒരു കാശ് കൊടുത്തിട്ടല്ലേ, വല്ല കഴിവൊന്നും ഇല്ലായെന്നായിരിക്കും. നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കണം. നമ്മൾ കാശ് കൊടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ പോലും അത് പല അവസ്ഥകൾ കൊണ്ടിട്ടായിരിക്കും പലർക്കും ഈ ഒരു പൈസ കൊടുത്ത് പഠിക്കേണ്ട അവസ്ഥ വരുന്നത്. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫ്
ലൈഫ് കൊണ്ട് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അതെ ഞാൻ കൊടുത്ത് പഠിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇന്ന് ലൈഫിൽ സക്സസ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചു. സംസാരിച്ച എനിക്ക് +2 എനിക്ക് 97% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഓക്കെ എനിക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്താൽ ഞാൻ എനിക്കിപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുമെന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒരു 17-18 റേഞ്ചിലാണുള്ള കുട്ടികളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഏത് സബ്ജക്റ്റിനാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടാണ് പെർസെൻറ്റേജ് താഴ്ന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇൻ കേസ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജിക്ക് കുറഞ്ഞിട്ടാണെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ ബേസിക്സ് കുറച്ച് സ്ട്രോങ് അല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മനസ്സിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പ് വേണം, ഈ ഒരു 1 ഇയർ കൊണ്ട് എനിക്ക് വീക്ക് ആയിട്ടുള്ള എൻ്റെ സബ്ജക്ട്സ് ഞാൻ സ്ട്രോങ് ആക്കും, ഞാൻ പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് മാത്രമല്ല ഇപ്പൊ ചിലർക്ക് പല റീസൺ കൊണ്ടിട്ടായിരിക്കും നിങ്ങളുടെ മാർക്ക് കുറഞ്ഞത്. അതായത് ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് കൊണ്ട്, അങ്ങനെ പല റീസൺ കൊണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് പറ്റാതിരുന്നത്. അതൊക്കെ മാറ്റി എനിക്ക് നല്ലൊരു ചുറ്റുപാടും കാര്യങ്ങളും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാം. അതല്ലാണ്ട് ഇപ്പൊ നമുക്കറിയാം പണ്ട് മുതലേ തന്നെ നമുക്കൊരു വിചാരം ഉണ്ട്. ഇപ്പൊ പാരന്റ്സിന്റെ ആണെങ്കിലൊക്കെ പാരന്റ്സും അതുപോലെ തന്നെ നമുക്കായാലും ചിലപ്പോൾ ടിവിയിലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ ആവണം, അതായത് ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കണം, അങ്ങനെ ഒരു ലൈക്ക് ആ ഒരു ലുക്ക് പോലെ എന്നെയും പ്രസന്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹമുണ്ട്. അതായത് സ്ട്രോങ് ഇന്റൻഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ ആ ഒരു കോഴ്സിനോടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു താല്പര്യം ഇല്ലാണ്ട് വെറുതെ ആ ഒരു ലുക്ക് ആ ഒരു ഇത് കണ്ടിട്ട് മാത്രം ഞാനൊക്കെ ചൂസ് ചെയ്തതാണ് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യരുത്. എനിക്കിതിലും കാരണം MBBS നമുക്ക് കുറേ നമുക്ക് പഠിക്കാനുണ്ട്, അതെല്ലാം കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് ഓക്കെയാണ്, അതെല്ലാം മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് പോവുകയാണ്, എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഈ 1 ഇയർ കൊണ്ട് എനിക്ക് അത്യാവശ്യം രീതിയിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾ വരിക. അപ്പൊ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ +2 നല്ല മാർക്ക് മേടിച്ച്, അതായത് ഫുൾ മാർക്ക്, ഫുൾ A+, നല്ല പെർസെൻറ്റേജ് കിട്ടിയ എല്ലാവരും തന്നെ ഒരു മെഡിക്കൽ കോളേജിലല്ല ഇരിക്കുന്നത്. അത് ചിലപ്പോൾ അവർക്ക് ആ മെഡിക്കൽ പ്രൊഫഷൻ ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ നീറ്റ് എഴുതിയിട്ട് കിട്ടാത്തവരായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എല്ലാവരും +2 ഭയങ്കര പെർഫോമൻസ് കാണിച്ച് വെച്ചിട്ടുള്ള കുട്ടികളൊന്നും അല്ല. അവർ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഈ പ്രൊഫഷൻ വേണമെന്ന് അത്രയും ആഗ്രഹിച്ച് നല്ല രീതിയിൽ എഫോർട്ട് ഇട്ട് വന്നിട്ടുള്ള കുട്ടികളും ഉണ്ട്. അപ്പം നിങ്ങൾ +2 മാർക്ക് അല്ല നിങ്ങളെ ഡിസൈഡ് ചെയ്യുന്നത്, നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ ഹാർഡ് വർക്കും, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഫഷനെ നിങ്ങൾ സ്നേഹിക്കുന്നത്, ആ ഒരു പ്രൊഫഷനെ നിങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്ന ഈ സ്റ്റുഡൻസ്, അതായത് 10th-ലോ +1 +2-ലോ ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിലും ഇനി നീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ഇനി റിപ്പീറ്റോ ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇതാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക, അല്ല സെറ്റപ്പായിട്ട് പഠിക്കുക. നിങ്ങൾ കഴിഞ്ഞ റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ അടിപൊളി സന്തോഷത്തില് ഇതുപോലെ ബുക്കൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ എന്നിട്ട് വേഗം ഓടി വായോ. അപ്പൊ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ കമന്റ് ബോക്സിൽ ഞാൻ എന്തായാലും ആലോചിച്ചിരിക്കും, ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും കമന്റ് ബോക്സിൽ റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് അറിയുന്ന എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ അത്രയുള്ളൂ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.